നമ്മുടെ CNG ഇരട്ടിക്കകത്തെ മൈലേജ് കിട്ടുന്ന ഒരു ടിപ്പ് പറഞ്ഞിട്ടെ. ഇതേ ടിപ്പ് നിങ്ങൾക്ക് ഗ്രാൻഡ് വിറ്റാര ബ്രസ്സ ഇത്രയും വണ്ടികളിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഡിസ്പ്ലേയിൽ കാണുന്ന സാധനം ഉണ്ടല്ലോ, ഫോക്കസ് ആവണില്ല, അതാണ് ഇൻറ്റൻസിറ്റി ഗ്രാഫ്. അത് കണ്ടിട്ടുണ്ടാവും, എത്ര പേര് ഉപയോഗിക്കാറുണ്ടെന്ന് അറിയില്ല. ഇതാണ് ഇൻറ്റൻസിറ്റി ഗ്രാഫ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം ആക്സിലേറ്റർ പെഡൽ അമർത്തുന്നുണ്ട്, ബ്രേക്ക് അമർത്തുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഞാൻ ചവിട്ടി പിടിച്ചു ബ്രേക്ക്, അപ്പോൾ ഗ്രാഫിൽ ഫുള്ളായിട്ട് കണ്ടു. അതുപോലെ ആക്സിലേറ്റർ ഇങ്ങനെ കൊടുക്കണു, അപ്പോൾ അതിനനുസരിച്ച് അവിടെ കാണിക്കും. ഈ ഇൻറ്റൻസിറ്റി ഗ്രാഫ് അനുസരിച്ച് നമ്മൾ വണ്ടി ഓടിക്കാൻ, ഞാൻ എൻ്റെ ടെക്നിക്കാട്ടോ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ ഇത് ഓക്കെ ആവണമെന്നില്ല. ഈ RPM മീറ്റർ നോക്കിയിട്ട് വണ്ടി ഓടിച്ചാലും മതി. അതിനേക്കാൾ കുറച്ചും കൂടി എളുപ്പമുള്ളൊരു പരിപാടിയുണ്ട്. അതായത് നമ്മുടെ ഈ CNG വണ്ടിക്കകത്ത് മൈലേജ് കിട്ടാനൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും ആക്സിലേറ്റർ ചവിട്ടി മാറരുത്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് ഗിയറിൽ പോയിക്കൊണ്ടിരിക്കുന്നു, 2 ടൈപ്പ് ഇപ്പോൾ കണ്ട ആക്സിലേറ്റർ ഞാൻ ഒട്ടും പ്രസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ സെക്കൻഡിലേക്ക് മാറി, ഇപ്പോൾ തേർഡിലേക്ക് മാറി, ഓക്കെ, ഫോർത്ത്, ഫിഫ്ത്ത്, ഓക്കെ. ഇനി നമുക്ക് വണ്ടിയുടെ സ്പീഡ് ഗ്രാജുവലി കയറ്റിക്കൊണ്ടെന്നാൽ മതി. അപ്പോൾ 80 കിട്ടും. കാരണം മാക്സിമം നമുക്ക് 80 ടാക്സി വണ്ടി പോവുള്ളൂ. ഇതേ സ്ഥാനത്ത് ചില ആളുകൾ ഫസ്റ്റ് ഗിയർ അതിങ്ങനെ ഫുൾ ആക്സിലേറ്റർ കൊടുത്ത് മാറും, അതുപോലെ സെക്കൻഡ് ഗിയർ ഫുൾ ആക്സിലേറ്റർ കൊടുത്ത് മാറും. ഇങ്ങനെ മാറുന്ന ആളുകളുണ്ട്, ഫുള്ള് ചവിട്ടി താത്തിയിട്ട് മാറുന്ന ആളുകൾ. ഇങ്ങനെ നിങ്ങൾ ചവിട്ടി താത്തിയിട്ട് മാറുകയാണെങ്കിൽ മൈലേജ് വണ്ടിക്ക് തീരെ കിട്ടില്ല കേട്ടോ. ഇത് നമുക്ക് മാക്സിമം 80 പോകാൻ പറ്റുള്ളൂ. സോ 80 നമുക്ക് ഗ്രാജുവലി ഇങ്ങനെ ആക്സിലേറ്റർ കൊടുത്താലും ശ്രദ്ധിച്ചോക്കിയേ ഉണ്ടോ, ഇങ്ങനെ കൊടുത്താലും നമ്മുടെ വണ്ടി 80 കയറി വരും. അങ്ങനെ ഓടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കമ്പനി പറയുന്നേക്കാൾ കൂടുതൽ മൈലേജ് കിട്ടും കേട്ടോ. എൻ്റെ ഡ്രൈവിംഗ് സ്റ്റൈൽ അനുസരിച്ച് എനിക്ക് കിട്ടുന്ന മൈലേജാണ് എൻ്റെ തെളിവ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ 60 മേലെ പോയി നമ്മൾ ആക്സിലേറ്ററിൻ്റെ കാൽഭാഗം പോലും നമ്മൾ ചവിട്ടിയിട്ടില്ല. ഓക്കെ, ഈ റോഡിൻ്റെ ഉണ്ട്, റോഡ് നല്ല റോഡാണ്, ട്രാഫിക് കുറവാണ്. എന്നിരുന്നാലും നമ്മൾ ഈ ആക്സിലേറ്റർ ചവിട്ടി താത്തി ഓടിക്കുന്ന ഡ്രൈവിംഗ് സ്റ്റൈൽ ഉണ്ടെങ്കിൽ ദയവായി അത് ഒഴിവാക്കിയാൽ നമുക്ക് നല്ല മൈലേജ് കിട്ടും കേട്ടോ. ഓക്കെ.